ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2026 ഒരു ജേണലാട്ടോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത് കേട്ടോ. ഈ ഒരു ബുക്കിലാണ് കേട്ടോ ഞാൻ ജേണലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഞാൻ ഇതിൽ ജേണലും പിന്നെ കുറേ ചിത്രങ്ങൾ വരയ്ക്കുക അങ്ങനത്തെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യണേ, ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യും. ഇപ്പോൾ ജേണലിലേക്ക് അടക്കാവേ. വീഡിയോ നല്ല ലെങ്ത് ആവണ്ട കരുതി ഞാൻ ഓൾറെഡി ഔട്ട്ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് കളർ ചെയ്യുക, പിന്നെ കുറേ കോഡ്സ് എഴുതി കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നില്ല. മന്ത്ലി ജേണലിലാണ് കുറച്ചും കൂടി ഡീറ്റെയിൽ കൊടുക്കുന്നത്. അത് വേറൊരു വീഡിയോ ചെയ്യാം. ഇത് ലെറ്റർ ടു മീ എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടോ. നമുക്ക് തന്നെ കത്ത് എഴുതി വെക്കുക, പിന്നെ ഈ ഇയർ ലാസ്റ്റൊക്കെ അതെടുത്ത് വായിച്ചു നോക്കുക. അതിൻ്റെ ഇടയിലൊന്നും വായിക്കരുതേ. നമുക്ക് എന്തൊക്കെയാണോ തോന്നുന്നത് അതൊക്കെ ഈ ലെറ്ററിൽ എഴുതിയിട്ട് അത് ഓപ്പൺ ചെയ്യാതെ ലാസ്റ്റ് ഇയർ ആകുമ്പോൾ ഓപ്പൺ ചെയ്ത് വായിക്കുമ്പോൾ ഒരു സർപ്രൈസിങ് ആവട്ടോ. നമ്മൾ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ നടന്നോ ഇല്ലയോ എന്നൊക്കെ അറിയുമ്പോൾ. അങ്ങനെ അത് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേജിലെ ഈ സൈക്കിളിന് ജസ്റ്റ് ഒന്ന് കളർ ചെയ്യണം എന്നുള്ളതാട്ടോ. നമ്മൾ സാധാ മേഘ കളറാണ് യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ബ്രഷ് പെന്നൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പം ഇൻഷാല്ല ഇനി അതൊക്കെ വാങ്ങിയിട്ട് നല്ല അടിപൊളിയാക്കി അടുത്ത ജേർണലിംഗ് ഒക്കെ ചെയ്യാം. പിന്നെ ഞാൻ ഈ തീമും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ നിന്നാണ്. പിൻട്രസ്റ്റിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഞാൻ എൻ്റെ കളറിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് സൺലൈറ്റിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ തന്നെ കുറേ ടൈം നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ഞാൻ ഔട്ട്ലൈനിങ് ചെയ്ത് കൊടുക്കുകയാണ്. കളറിങ് കഴിഞ്ഞിട്ടാണ് ഔട്ട്ലൈനിങ് കൊടുക്കാറ്, അല്ലെങ്കിൽ എനിക്ക് എന്തൊരു വൃത്തി ഇല്ലാത്ത പോലെ തോന്നാറ്. അതുകൊണ്ട് തന്നെ കളറിങ് ഒക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഔട്ട്ലൈനിങ്ങും കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഞാൻ വിചാരിച്ച പോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീമും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, പിൻട്രസ്റ്റിൽ നിന്ന് എടുക്കാട്ടോ. ഞാനിപ്പോൾ എനിക്ക് ഈ സൈക്കിളിന്റെ പിക്ക് നല്ല ഇഷ്ടമായപ്പോൾ ജസ്റ്റ് അത് എടുത്തു എന്ന് മാത്രം. ഈ ഒരു പേജിൽ ഞാൻ 2026 മാത്രമേ എഴുതി കൊടുക്കുന്നുള്ളൂ, അല്ലാതെ കോഡ്സോ കാര്യങ്ങളോ ഒന്നും എഴുതുന്നില്ല കേട്ടോ. കാരണം ഇത് കുറച്ച് സിമ്പിളായിട്ട് അങ്ങനെ കാണാനാണ് എനിക്ക് രസം എന്ന് തോന്നി. അപ്പം ഞാൻ ജസ്റ്റ് അത് മാത്രമേ എഴുതി കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കോഡ്സ് ആഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ആ പേജ് ഫിനിഷായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് പേജിൽ ഞാൻ ജസ്റ്റ് ഒരു പൂമ്പാറ്റ, ഒരു ഗേൾ പറക്കുന്ന രീതിക്കുള്ള അങ്ങനത്തെ ഒരു തീമാണ് ഉദ്ദേശിച്ചത്. തന്നെ ഞാൻ ജസ്റ്റ് ഒരു കോട്ടും എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തീമൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ തന്നെയാണ് കേട്ടോ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഞാൻ വല്ലാതെ കളറിങ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഔട്ട്ലൈനിങ് മാത്രം കൊടുത്ത് ബ്ലാക്ക് കളർ മാത്രം കൊടുക്കുന്നുള്ളൂ കേട്ടോ, ഒരു സൈഡിൽ മാത്രം. പിന്നെ ആ കോട്ട് ജസ്റ്റ് ബ്ലാക്ക് കൊണ്ട് എഴുതി കൊടുക്കുന്നത്. നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്ന കോട്ട്സ് എഴുതി കൊടുക്കുക കേട്ടോ. കാരണം നമ്മളിത് എപ്പോഴും തുറന്നു നോക്കുമ്പോൾ ഒരിക്കലും നമുക്ക് കണ്ട് സാഡ് ഒന്നും ഉണ്ടാവരുത്. അത് കാണുമ്പോൾ നമ്മൾ എത്ര മൂഡ് ഔട്ട് ആണെങ്കിലും ഒരു പോസിറ്റീവ് കിട്ടുന്ന രീതിക്കുള്ള കോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പം നമുക്കും ആ ദിവസം എന്ത് ചെയ്യും, ഒരു പെർഫെക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ നോയ്സ് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ വേറെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വീഡിയോസൊക്കെ കാണുന്നതിൻ്റെ സൗണ്ടാണ് കേട്ടോ. ഞാൻ പരമാവധി വോയിസ് ഓവർ സൗണ്ട് ഇല്ലാതെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇല്ലാതെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ കഴിയുന്നില്ല. അപ്പം എല്ലാവരും ഒന്ന് അത് ക്ഷമിക്കണേ. പിന്നെ ഞാനിതെല്ലാം ഔട്ട്ലൈനിങ് ചെയ്തിട്ടുള്ളത് പെൻസിൽ യൂസ് ചെയ്തിട്ടാട്ടോ. അപ്പം അതിൻ്റെ മുകൾ ഭാഗത്തിലൂടെ ഈ ബ്ലാക്ക് കളർ കൊണ്ട് വരയ്ക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ആ പെൻസിലിൻ്റെ ഇത് ശരിക്കും മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ മായ്ച്ചു കൊടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ 2 പേജും ഇങ്ങനെ കേട്ടോ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞാൻ ഇതേപോലെ കുറേ ബലൂൺസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അത് ഔട്ട്ലൈനിങ് ചെയ്ത് കളർ ചെയ്യാണ് കേട്ടോ. ഔട്ട്ലൈനിങ് ചെയ്തപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കളർ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ കളർ ചെയ്തിട്ടാണ് ബാക്കി ഔട്ട്ലൈനിങ് ചെയ്തത്. ഞാനിതൊക്കെ ASMR പോലെ ഒരു വീഡിയോ എടുക്കണം എന്നാട്ടോ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ വീട് റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് കുറേ വണ്ടിൻ്റെ ശബ്ദവും കാര്യങ്ങളൊക്കെ കേൾക്കും. അതുകൊണ്ട് ASMR എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു. നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്ന ആ ലെറ്റർ ഉണ്ടല്ലോ, അത് ഞാൻ ഈ ഒരു
പേജിലാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യുന്നത്. ബലൂൺസ് അയിമന്നിങ്ങനെ പറന്നു പോകുന്ന ഒരു രീതിക്ക്. പിന്നെ ഇതൊരു എൻവലപ്പിന്റെ മോഡലാട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഡബിൾ ടാപ്പ് യൂസ് ചെയ്തിട്ടാട്ടോ ഞാൻ ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ നല്ല സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. ഇതിന്റെ മുകൾ ഭാഗത്ത് ഓപ്പൺ ആയിട്ട് ഇരിക്കുന്ന അവിടെ ഞാൻ വാഷി ടാപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ബ്രൗൺ കളർ വാഷി ടാപ്പാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് മാച്ചായി പോകുന്ന എനിക്ക് തോന്നിയുള്ളൂ കേട്ടോ ഞാൻ ഈ കളർ യൂസ് ചെയ്തത്. ഏത് കളറും യൂസ് ചെയ്യാം, കാരണം ബലൂൺസിൽ കുറെ കളേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ ബോറായിട്ട് അങ്ങനെ തോന്നും. ട്രാക്കേഴ്സും കാര്യങ്ങളൊന്നും ഞാൻ ഈ ഒരു ജേർണലിൽ ചെയ്തിട്ടില്ല. അതൊക്കെ മന്ത്ലി ജേർണലിൽ ചെയ്യാന്ന് കരുതിട്ടോ. ഇതിപ്പോ ഒരു ഇയറിന്റെ ബേസ്ഡ് അല്ലേ. പിന്നെ ഇതിൽ കലണ്ടറും വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുക, എല്ലാ മന്തിന്റെ കലണ്ടറും. ബട്ട് അതും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഞാൻ മറന്നു പോയതാണ് കേട്ടോ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പേജിൽ ഞാൻ ചെയ്യുന്നത് ഗോൾസ് ആണ്. ഇതിൽ ഞാൻ വല്ലാതെ ഗോൾസ് ഒന്നും അങ്ങനെ കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷൻ ബോർഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന വിഷൻസ് ഉണ്ടെങ്കിൽ അത് ഇതിൽ എഴുതി കൊടുക്കാം കേട്ടോ. ഞാൻ അതിൽ 2-3 ഇവിടെ എഴുതി കൊടുത്തിട്ടുള്ളത്. ഫുള്ളായിട്ട് എഴുതി കൊടുത്തിട്ടില്ല, കാരണം നല്ല ലെങ്തി വീഡിയോ ആവും കരുതിയിട്ട് എല്ലാം കൂടി ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. വിഷൻ ബോർഡിന്റെ വീഡിയോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. 2026 വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാട്ടോ. ഈ ഒരു ജേർണലിൽ ഞാൻ ആകെ ഇത്രയും കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇത് മാത്രമല്ല വേറെയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാട്ടോ. ജനുവരിന്റെ മന്ത്ലി ജേർണൽ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് പറഞ്ഞാൽ മതി. ഞാൻ ഇതിൽ പോയിന്റ് ആയി കൊടുക്കുന്നത് എൻ്റെ ഒരു ജേർണൽ കിറ്റിൽ ഉണ്ടായിരുന്ന സ്റ്റിക്കേഴ്സ് ആണ്. ഇതന്നെ ചെയ്യണം എന്നൊന്നുമില്ല, ഇങ്ങനെ ഞാനൊരു ആഡംബരത്തിന് വേണ്ടിയിട്ടാട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് പെണ്ണുകൊണ്ട് ഇങ്ങനെ ചെയ്താലും മതി. ഇതും കൂടി ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ ഒരു ജേർണൽ ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് 4 പേജും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. തുടങ്ങിയപ്പോൾ വല്ല രസമൊന്നും ഉണ്ടാവില്ല കരുതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.